ഹലോ ഹലോ. ഹലോ പറഞ്ഞോളൂ. ഹലോ. ആഷിഖ് ബ്രോ അല്ലേ? അതെ പറഞ്ഞോളൂ. ഓക്കെ. എൻ്റെ പേര് അനീഷ് എന്നാണ്. ആ നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു വെയിറ്റ് ആ ലോസിന് വേണ്ടിയിട്ട്. ഓർമ്മ. ഓർമ്മയുണ്ട്. ഓക്കെ ഓക്കെ. ഫ്രീ ആണോ? അല്ല ഞാൻ ബീച്ചിലാണ്. ആ എപ്പോഴാ ഫ്രീ ആവുക? ഞാൻ നേരത്തെ ഫ്രീ ആയിരുന്നു. ആ ആ ആ. ഞാൻ വാട്സപ്പില് വിട്ടത്. നിങ്ങള് കണ്ടിരുന്നു. ഹലോ. നിങ്ങള് കുറച്ച് ടൈപ്പ് ചെയ്ത് കണ്ടിരുന്നു. ബാക്കി ഞാൻ ചെയ്ത് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ബാക്കി ഒഴിവോളം ചെയ്യാൻ. ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ നിങ്ങളെ കണ്ടതിന് ശേഷമുള്ള വീഡിയോ കണ്ടിരുന്നോ? വീഡിയോ കുറച്ച് കണ്ടിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ പിന്നെ നിങ്ങള് എപ്പോഴാണ് ഫ്രീ ആവുക? നമുക്കൊരു 10 മിനിറ്റ് സംസാരിക്കാനാണ്. ഞാൻ ഇപ്പൊ ബീച്ചിലാണ്. നോ പ്രോബ്ലം. കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ നിങ്ങളെ റിപ്പോർട്ടിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാനും. ആയിക്കോട്ടെ. ആ ഹലോ. 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 അജ്മൽ ബ്രോ. ഞാൻ തിരക്കിലായിരുന്നു. ഞാൻ മെസ്സേജ് നോക്കിയിട്ടില്ല. അതെ. ആ ആയിക്കോട്ടെ. നിങ്ങൾ നോക്കിയതിന് ശേഷം ഞാൻ നോക്കിയിട്ട് ഞാൻ വിളിക്കാനേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടോ. ഹലോ. 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 ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ. ഷഫീഖ് ബ്രോ ആണോ? അതെ. ഷഫീഖ് ബ്രോ, എൻ്റെ പേര് അനീഷ് എന്നാണ്. നിങ്ങള് വെയിറ്റ് ലോസിന് വേണ്ടി ഒരു എൻക്വയറി ചെയ്തിരുന്നില്ലേ? അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. ഫ്രീ ആണോ? 2 മിനിറ്റ് സംസാരിക്കാൻ കഴിയോ? അല്ല, ഞാൻ ഒരു അരമണിക്കൂർ തിരിച്ചു വിളിക്കാം. ഞാനൊരു ഡ്രൈവിംഗിലാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നോ പ്രോബ്ലം. തിരിച്ചു വിളിക്കാൻ നമ്പർ കേട്ടോ. ആയിക്കോട്ടെ ഷഫീഖ് ബ്രോ. ഓക്കെ ഓക്കെ. ഹലോ. 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 സിനി അല്ലേ? അതെ. ഓക്കെ സിനി, എൻ്റെ പേര് അനീഷ് എന്നാണ്. ആ നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി ഒരു എൻക്വയറി ചെയ്തിരുന്നല്ലോ. ആ ആ ഓക്കെ, അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. ഫ്രീ ആണോ 2 മിനിറ്റ് സംസാരിക്കാൻ? ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. സിനി, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാൻ തൃശ്ശൂര്. തൃശ്ശൂര്. ആ ആ ശരി. അപ്പോൾ മെയിൻലി എന്ത് പർപ്പസിനായിരുന്നു എൻക്വയറി ചെയ്തിരുന്നത്? എനിക്ക് വണ്ണൊന്നും അധികം പറയാനില്ല, പക്ഷെ വയറുണ്ടെന്നല്ലോ. അതൊന്നും എങ്ങനെയാണ് കുറയുമെന്ന് അറിയാൻ വേണ്ടി ശരി ചോദിച്ചതാണ്. ശരി. ഓക്കെ. ഇതിന്റെ മുന്നേ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെത്തേഡുകൾ ഫോളോ ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ ഓക്കെ. സിനിന്റെ ഹൈറ്റ് എത്ര വരുന്നേ? ഞാൻ ഹൈറ്റ് 5'7". 5'7". ഓക്കെ. വെയിറ്റ് വരുന്നത്? വെയിറ്റ് 71. അത് കറക്റ്റ് ആണ്, പക്ഷെ വയറ് മാത്രം നിൽക്കുന്നത്. വയറ് മാത്രമാണ് നിൽക്കണത് അല്ലേ? അത് പ്രസവങ്ങളും സർജറി കഴിഞ്ഞപ്പോ തടി വെച്ച് തുടങ്ങുമ്പോഴേക്കും വയറ് ഇതായിരുന്നു. എന്ത് സർജറിയാണ്? അല്ല, സർജറി അല്ല, സിസേറിയൻ കഴിഞ്ഞപ്പോ. അങ്ങനെ. പ്രസവം കഴിഞ്ഞിട്ട്. ശരി. ഓക്കെ. അപ്പൊ അതിന് മാത്രമല്ല, അപ്പൊ അതെന്തെങ്കിലും പറ്റുമോ? എത്ര 71? 71. അപ്പൊ ഏകദേശം ഇതാണ്. അപ്പൊ നിങ്ങളെ വയറ് മാത്രമാണ്. വയറിന്റെ അളവ് ചെക്ക് ചെയ്യാൻ പറ്റുമോ? വയറിന്റെ അളവ് ഒരു 36, 37 അടുത്തുണ്ട് ഇപ്പൊ. 37 സെന്റിമീറ്റർ. ഓക്കെ. 37 ഇഞ്ച് അല്ലേ? ഇഞ്ച്. 7 ഇഞ്ച്. പിന്നെ അധികം വണ്ണൊന്നും പറയാനില്ലേ ഞാന്. ഓക്കെ. 93 സെന്റിമീറ്റർ ആണ് ഉള്ളത്. 37 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 93 സെന്റിമീറ്റർ. 80 സെന്റിമീറ്റർ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ. അതൊന്ന്. രണ്ടാമത്തെ, ഈ നിങ്ങള് പ്രസവത്തിന്റെ മുന്നേ ബോഡി വെയിറ്റ് കുറവായിരുന്നോ? ഒരു 50 കിലോന്റെ അടുത്തേക്ക് ഉണ്ടായിരുന്നു. 60 ആയിരുന്നു. ഓക്കെ. അതിന് ശേഷമാണ് നിങ്ങൾക്ക് വയറ് ചാടിയത് അല്ലേ? അതെ. ശരി. ഓക്കെ. ഇപ്പൊ വയറ് മാത്രമാണ് മുന്നോട്ട് നിൽക്കുന്നത്, ശരീരം കൊണ്ട് തടിയൊന്നുമില്ല. ഓക്കെ. ഷേപ്പ് ഉണ്ട് അല്ലേ? ഷേപ്പ് ഉണ്ട്. വയറ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. ഓക്കെ. മാത്രല്ല, നിങ്ങൾക്ക് ഡ്രസ് ഇടുന്ന സമയത്ത് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ടോ? അതന്നെ. ശരി. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ എത്ര ഞാൻ പറയാം ഒന്നുമില്ല, അത് വയറ് ഇങ്ങനെ നിക്കണതാന്ന് പറയും. അല്ലാണ്ട് ഇതൊന്നുമില്ല. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ ചോദിച്ചു മാത്രം. അതെ. ഓക്കെ. സാധ്യമാണ്. ഞാന് ഇപ്പൊ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. സ്റ്റെപ്പ് കയറുമ്പോ നടക്കുമ്പോ കിതപ്പ്? അതങ്ങനെ കിതപ്പ് വരുമ്പോ എനിക്ക് ബ്ലഡ് കുറവാണ്. അപ്പൊ ഞാൻ അതിന്റെ അയേൺ ഗുളിക കഴിക്കുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റിന്റെ അളവ് എന്താ പാട്? പ്ലേറ്റ്ലെറ്റ് അല്ല, HB കുറവ്. HB കുറവ്. ഓക്കെ.
HB കുറവെന്ന് പറഞ്ഞാൽ എനിക്കൊരു 9-9.5 അടുത്തൊക്കെ എത്ര മരുന്ന് കഴിക്കുമ്പോ തന്നെ ഒരു 10 താഴെ നിക്കുള്ളൂ. ശരി ശരി. ഓക്കെ. തലവേദന, തലകറക്കം അങ്ങനെ എന്തെങ്കിലും യാത്ര കഴിഞ്ഞ് വരുമ്പോ? ഒന്നുമില്ല. ഗ്യാസിന്റെ പ്രശ്നം എന്തെങ്കിലും? ഗ്യാസ് വരാറുണ്ട്. ഓക്കെ. ഉറക്കത്തിന്റെ ഒക്കെ എന്താ അവസ്ഥ? ഉറക്കൊന്നും വലിയ കുഴപ്പമില്ല. രാത്രിയൊക്കെ നല്ല ഉറങ്ങും. ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ഉറങ്ങും. ഉറങ്ങണ്ടല്ലേ? ഓക്കെ. ഇപ്പൊ നിങ്ങളെ ഫുഡിങ് ഒക്കെ എങ്ങനെയാ പോകുന്നത്? ഫുഡിന്റെ രീതികൾ? ഫുഡിങ് എന്ന് പറയുന്നത് മിക്കതും 3 നേരം ചോറായിരിക്കാം, അല്ലെങ്കിൽ കാലത്ത് ദോശ, ഇഡ്ഡലി, പുട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതാണ് ഫുഡ്. ഓക്കെ. എന്നാലും ഏറ്റവും ക്രേവിംഗ് ഉള്ള ഫുഡ് ഏതാ നിങ്ങളെ മുന്നിൽ കിട്ടിയ നന്നായിട്ട് കഴിക്കുന്നത്? അത് ചോറായിരിക്കും. ചോറാണ്. ചോറെന്നല്ല, എനിക്ക് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഇഷ്ടം തന്നെയാണ്. ഞാൻ കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്നത് ചോറാന്ന് മാത്രം. കൂടുതൽ കഴിക്കുന്നത് ഇഷ്ടമുള്ളത് എന്തായാലും കഴിക്കും. അതെ. ഇന്നത് എന്നില്ല അല്ലേ? അതൊന്നുമില്ല. ഓക്കെ. ശരി. അധികം അമ്മമാരും എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് കഴിക്കുക. അതൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. കഴിക്കുന്നത് കഴിക്കുന്നു മാത്രം. ഓക്കെ. അപ്പൊ ഞാനിപ്പോ നോക്കിയ സമയത്ത് നിങ്ങളെ ഐഡിയൽ വെയിറ്റിലാണുള്ളത്. ബട്ട് നിങ്ങളുടെ ഫാറ്റ് കൂടിയത് കൊണ്ട് വയറ് ചാടിയിട്ടുണ്ട്. നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല്, നമ്മള് വെയിറ്റ് കൂടുക വെയിറ്റ് കുറയുക എന്നുള്ളത് ശരീരം കൊണ്ട് കാണിക്കുന്ന ഒരു ബൾജിങ് ആണ്. അതേ സമയം നമ്മുടെ വയറ് ചാടുന്നത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കൂടുന്ന സമയത്താണ്. നമ്മൾ കഴിച്ചുകൊണ്ട് ഇപ്പൊ ഉദാഹരണം ഇറച്ചിയൊക്കെ വാങ്ങുന്ന സമയത്ത് മഞ്ഞപ്പാട പോലെ കാണുന്നില്ലേ? ഇത് നമ്മുടെ ഇന്നർ ഓർഗൻസിൽ അടിഞ്ഞു കിടക്കുന്ന സമയത്താണ് ഇത് എന്ത് ചെയ്യുന്നത്, കുറയാതെ കെട്ടി നിൽക്കുന്നത്. അത് ശരീരത്തിൽ ബൾജായിട്ട് കാണിക്കും. ഉദാഹരണം നമ്മളെ വയറിന്റെ അവിടെ, അബ്ഡമിന്റെ അവിടെ, ഹിപ്പില്, തൈസില്, പിന്നെ നമ്മളെ ഉദാഹരണം ഈ താടിന്റെ അടിഭാഗത്ത് അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ കാണിക്കും. ഇതാണ് ഒന്ന്. രണ്ടാമത്തത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ വയറിന്റെ അളവ് ഇങ്ങനെ അൺഷേപ്പ് ആയിട്ട് നിൽക്കും. അപ്പൊ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഒരു അൺകംഫർട്ടബിൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഡ്രസ്സുകൾ ഇപ്പൊ വലിയ നിങ്ങളിപ്പോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ നല്ല സഹായകമാവും. അപ്പോ ഇപ്പൊ ഞങ്ങള് കറക്റ്റ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഗൈഡൻസും ഇതുപോലത്തെ ഒക്കെ പോസ്റ്റ് പാർട്ടമായിട്ട് അഥവാ പ്രസവം കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ സ്കിന്നൊക്കെ സാഗ് ചെയ്യും. ഓക്കെ. അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ മെസ്സേജ് വന്നതിന് ശേഷം പിന്നെ നിങ്ങളെ മറുപടി ഒന്നും കണ്ടില്ല. അപ്പൊ ഒന്ന് സംസാരിക്കണം തോന്നിയപ്പോഴാണ് വിളിച്ചത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ അഭിപ്രായം ഒന്ന് അറിയിച്ചാൽ മതി. ഓക്കെ. നിങ്ങള് അതിലൊരു മെസ്സേജ് അയക്കി. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ വരും. വീഡിയോ കണ്ടതിന് ശേഷം ഒരു 15 മിനിറ്റുള്ള വീഡിയോ ആണ്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ അഭിപ്രായം അറിയിച്ചാൽ മതി ട്ടോ. ഓക്കെ. നമ്മളെ ഓഫീസ് വരുന്നത് തിരൂരാണ്. കോഴിക്കോട്, മലപ്പുറം തിരൂര്. നമ്മളെ തൊട്ടടുത്ത് തന്നെ. ശരി. ഹലോ നിതിൻ ബ്രോ. ഹലോ, ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇപ്പോഴോ? ഓക്കെ. നിതിൻ ബ്രോ, നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി എൻക്വയറി ചെയ്തിരുന്നില്ലേ? ഓക്കെ. അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. വീഡിയോ കാണുന്നുണ്ടോ? ഓക്കെ. കണ്ടോളൂ. കണ്ടിട്ട് സംസാരിക്കാം. ഹലോ. ഹലോ, റഫീന അല്ലേ? അതെ. ഓക്കെ. റഫീന, എന്റെ പേര് അനീഷ് എന്നാണ്. നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു എൻക്വയറി ചെയ്തിരുന്നില്ലേ? വാട്സാപ്പിൽ. അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. പിന്നെ നിങ്ങളെ മെസ്സേജ് ഒന്ന് ടെക്സ്റ്റും കാര്യങ്ങളൊന്നും കണ്ടില്ലേ? പേര് കണ്ടു. ശരി. ഓക്കെ. നിങ്ങളെ ഡീറ്റെയിൽ ഫ്രീ ആണോ? 2 മിനിറ്റ് സംസാരിക്കാൻ കഴിയുമോ? പറഞ്ഞോ. ഓക്കെ. നിങ്ങളെ ഡീറ്റെയിൽ ഒന്ന് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറയാം. പൈസ എത്ര? ഡിപ്പെൻസ്. ഞാൻ അതിന്റെ കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഇപ്പൊ നിലവില് നിങ്ങളെ സ്ഥലം എവിടെ വരുന്നത്? ഞാൻ കാസർഗോഡ് ജില്ലയില്. കാസർഗോഡ്. ഓക്കെ. ഏജ് എത്രയായി? 38. ഓക്കെ. ഹൈറ്റ് എത്ര വരുന്നത്? 6
5ന്റെ മേലെ 6 ഉണ്ടാവും 6. വെയിറ്റ് വെയിറ്റ് 60. 60. ഓക്കെ. ഇപ്പൊ എത്ര കിലോനാണ് എക്സസ് വെയിറ്റ് നിങ്ങൾക്ക് കുറക്കേണ്ടത്? അതൊക്കെ ഒരു 5 കിലോ കുറക്കണം. 5 കിലോ കുറക്കണം. ഓക്കെ. നിലവിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തൈറോയ്ഡ് ഉണ്ട്. തൈറോയ്ഡ് ഉണ്ട്. പിന്നെ വേറൊന്നുമില്ല. സ്റ്റെപ്പ് കയറുമ്പോ നടക്കുമ്പോ കിതപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല. ഓക്കെ. ഗ്യാസ് ട്രബിൾ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും? ഇതുണ്ട്, ഗ്യാസിന്റെ വയറ് സ്തംഭനം. മറ്റേ കോൺസ്റ്റിപ്പേഷൻ, ശോധന കുറവ് അല്ലേ? ശരി. ഉറക്കക്കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് കൂടുതലേ ഇല്ലു. ഉറക്കം കൂടുതൽ. ശരി. ഓക്കെ. ഇപ്പോ നിങ്ങളെ ഭക്ഷണക്രമം കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നത്? ഭക്ഷണമൊക്കെ വലിങ്ങനെ കഴിക്കലൊന്നുമില്ല. രാവിലെ തീരെ ഭക്ഷണമില്ല. ഉച്ചക്ക് കഴിച്ചാ കഴിച്ച് രാത്രി കുറച്ച് കഴിക്കും. ശരി. ഓക്കെ. എന്താണ് സാധാരണഗതിയിൽ കഴിക്കാറ്? സാധാ ചോറ് കിട്ടുന്നു. ചോറ് അല്ലേ? ഏറ്റവും കൂടുതൽ ക്രേവിംഗ് ഉള്ള ഫുഡ് ഏതാ? നന്നായിട്ട് കഴിക്കണേ ഫുഡാ? ബിരിയാണി. നമ്മള് കാസർഗോഡ് പിന്നെ ബിരിയാണിക്കാരാണല്ലോ. ശരി. മധുരങ്ങളോടും പൊരിക്കടികളോടൊക്കെ എന്താ അവസ്ഥ? മധുരം അത്ര ഇഷ്ടല്ല. എരിവ് അങ്ങനത്തെ കൂട്ടും. ശരി. ഓക്കെ. വെള്ളമൊക്കെ കുടിക്കാറുണ്ടോ? വെള്ളം കുറവാണ്. ഒരു ദിവസം എത്രയൊക്കെ കുടിക്കും? അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ കണക്കൊന്നുമില്ല. ശരി. എന്നാലും ചെറിയൊരു അനുമാനം നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ 2 ലിറ്റർ? 1 ലിറ്റർ കുടിക്കും. 1 ലിറ്റർ എന്തായാലും കുടിക്കും. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മള് ഇപ്പൊ നിങ്ങളെ സമയത്തോളം നിങ്ങൾ ഒരു 5 കിലോന് വെയിറ്റ് ലോസ് ചെയ്യാണ്ട്. അതൊന്ന്. അതേപോലെ തന്നെ ഇപ്പൊ നിലവിലുള്ള ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്ക് കൂടാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നോണ്ടാണ്. ശരീരത്തിൽ ഫാറ്റ് കൂടുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുക. ഫാറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങുന്ന സമയത്ത് മഞ്ഞപ്പാട പോലെ കാണുന്നില്ലേ? അതിനാണ് ഫാറ്റ് എന്ന് പറയാം. അത് ശരീരത്തിൽ നിന്ന് പോവാത്തിടത്തോളം കാലം നമ്മൾക്ക് അസുഖങ്ങൾ മാറിക്കിട്ടൂല. ഇപ്പൊ തൈറോയിഡ് ആവട്ടെ, അതേപോലെ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ് ആവട്ടെ, ഇതൊക്കെ ഫാറ്റ് കൂടുന്ന സമയത്ത് അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഓക്കെ. അപ്പോ നിങ്ങളെ സമയത്തോളം നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, റിസൾട്ട് ആക്കി മാറ്റേണ്ടത് ഫാറ്റ് കുറയാനാണ്. ബോഡിന്റെ ഷേപ്പ് ഒക്കെ എങ്ങനെയാണ്? വയറുണ്ടോ? തടി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓക്കെ. ശരി. മുന്നിലെ ബ്രസ്റ്റും ബാക്കിലങ്ങനല്ല. ശരി. ബ്ലാക്ക് ഷെയ്ഡിങ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇങ്ങനെ ഇറച്ചി തൂങ്ങലല്ലേ? അത് ഒന്ന്. അതേസമയം ഈ കറുപ്പ് പാട പോലെ കഴുത്തിന്റെ ഇവിടെ, പിന്നെ അതേപോലെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? താടിന്റെ അടിഭാഗത്ത് ഇങ്ങനെ ഞാന്ന് കിടക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. അപ്പോ നിങ്ങൾ ചെറിയ രീതിയിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഓക്കെ. ഈ വെയിറ്റ് എത്ര സമയമായിട്ട് സ്റ്റക്ക് ആയിട്ട് കിടക്കണത്? 63 ഉണ്ടായിരുന്നു, ഇപ്പൊ 60ലേക്ക് എത്തിയിട്ടുണ്ടല്ലേ? ശരി. ഓക്കെ. 55 കിലോനാവണം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്തത്? വെയിറ്റ് ലോസ് ആയിട്ട് ഭക്ഷണം തൈറോയിഡിന് ഗുളിക മെയിനായിട്ട് കുടിക്കും. തൈറോയിഡിന്റെ ഗുളിക ചിയാസീഡ് അത് തേനും ചെറുനാരങ്ങ രാവിലെ വെറുമ്പായിട്ട് കുടിക്കും. അതെ. അത് നല്ലതല്ലേ? നല്ലതാണ്. നല്ല അടിപൊളിയാണ്. അത് കുടിക്കും. പിന്നെ മോരും വെള്ളം അത് കുടിച്ചാല് വിശപ്പ് ഇതാവുന്നുണ്ട്. കുറച്ചൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടല്ലേ? ചെലപ്പോ രാത്രി ചോറിക്കും.
ചിലപ്പോ കഴിക്കും അങ്ങനെയാണ്. ഏറ്റവും ഇപ്പൊ നിങ്ങൾക്ക് ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ക്രേവിംഗ് എന്ന് പറഞ്ഞു. ഈ പൊരിക്കടികളോടൊക്കെ എന്താ പ്രിയുണ്ടോ? അത് കഴിക്കലുണ്ട്. ഇതില് വാട്സപ്പിൽ കാണാം ഓരോന്നും ഫേസ്ബുക്കില്. ഭക്ഷണം നിയന്ത്രിക്കാണ്ട് തന്നെ തടി കുറക്കാന്ന്. എന്നിട്ട് കുറഞ്ഞോ? ഞാനങ്ങനെ അതിനൊന്നും നോക്കിയില്ല. ഭക്ഷണം നിയന്ത്രിക്കാൻ മീൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കുകയും എന്നാൽ ആവശ്യമില്ലാത്ത നമ്മൾ ഒഴിവാക്കുകയും ചെയ്തേ പറ്റൂ. അല്ലാതെ ഭക്ഷണം മുന്നിൽ കുറച്ചിക്കണല്ലേ? നിങ്ങളെ നാട്ടിൽ അലീസ ഒക്കെ ഉണ്ടല്ലോ, അലീസ. അവൻ നമുക്ക് ഇഷ്ടമല്ല. ഇഷ്ടല്ല? അങ്ങനത്തൊന്നും തിന്നൂല. പിന്നെ ലഡു, ജിലേബി അതൊന്നും അങ്ങനെ ഒന്നുമില്ല. എപ്പെങ്കിലും അത്യാവശ്യം എപ്പെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ തിന്നല്ലാണ്ട്. ആയിക്കോട്ടെ. അപ്പോ നിങ്ങൾക്ക് പ്രൈമറി രീതിയിൽ തന്നെ ചെറിയ വർക്കൗട്ടും അതേപോലെ ഡയറ്റും അതേ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്കിംഗ് ഷീറ്റും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കോച്ചും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മളെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള മെസ്സേജ് ഉണ്ടല്ലോ, അതൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽ വരും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ വരും. ആ വീഡിയോ എമൗണ്ട് എത്ര? അത് നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് പ്രിഫറബിൾ. കാരണം നമ്മൾ ഓരോരുത്തരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ടും അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുമാണ് കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. നിങ്ങള് ആ ഫസ്റ്റത്തെ ഒരു ഫോട്ടോ കണ്ടില്ലേ? ആ ആളുടെ മാറ്റം കണ്ടോ നിങ്ങള്? മുന്നത്തെ ഫോട്ടോവും ഇപ്പത്തെ ഫോട്ടോ നോക്കി. സാധാരണ പക്ഷെ അങ്ങനല്ല, ഈ പൈസ എമൗണ്ട് പാടുണ്ടാവും. നമ്മൾ സാധാരണക്കാരാണ്, അതുകൊണ്ടായിരിക്കും. അതെ അതെ അതെ. നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പൈസ അല്ല ഇവിടെ മെയിൻ. അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് പ്രധാനം. നിങ്ങൾ എത്രത്തോളം ഇതിനെ ഇഷ്ടപ്പെടുന്നു, ഫിറ്റ്നസിനെ നിങ്ങൾ എങ്ങനെ റുട്ടീനാക്കി മാറ്റുന്നു എന്നതിലാണ് നിങ്ങളെ റിസൾട്ട് കിടക്കുന്നത്. ബാക്കിയൊക്കെ പഠിച്ചോന്റെ കയ്യിലല്ലേ. ആയിക്കോട്ടെ. നിങ്ങള് ഒന്ന് മെസ്സേജ് ആയില്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒന്ന് ടൈപ്പ് ചെയ്യല്ലേ. ഹലോ, ഷാനിബ ആണോ? അതെ. ഓക്കെ ഷാനിബ, എന്റെ പേര് അനീഷ് എന്നാണ്. ഓക്കെ ഷാനിബ, നമുക്കൊരു എൻക്വയറി വന്നിട്ടുണ്ട്. സ്ഥാനത്തിലാണ് വിളിക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി ഒരു എൻക്വയറി ചെയ്തിരുന്നില്ലേ? നമുക്ക് സംസാരിക്കാം. 2 മിനിറ്റ് ഉണ്ടാവും സംസാരിക്കാൻ? ഓക്കെ, താങ്ക് യു. ഷാനിബ എവിടുന്നാണ് സംസാരിക്കുന്നത്? മലപ്പുറം എവിടെ? ഞാൻ ശരിക്കും വെയിറ്റ് ലോസിന് വേണ്ടിട്ട് മാത്രമല്ല വന്നത്. ആക്ച്വലി ഞാനൊരു ജോബ് വേക്കൻസി കൂടി നോക്കി വന്നതാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, സൂപ്പർ. ആയിക്കോട്ടെ. ഞാനൊരു വർക്കൗട്ട് ട്രെയിനറാണ്. ട്രെയിനറാണ്. അപ്പം നിങ്ങളിപ്പോ എന്താ ഇതിൽ ചെയ്യുന്നതും കൂടി അറിയാൻ വേണ്ടിട്ട് അന്വേഷിച്ചതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ. ഇപ്പോ നിലവിൽ നിങ്ങള് ട്രെയിനർ എങ്ങനെയാ ചെയ്യുന്നത്? ജിമ്മിൽ പോയിട്ടാണോ അല്ലെങ്കിൽ ഓൺലൈനിലാണോ? അല്ല, ഓൺലൈനാണ്. ഓൺലൈൻ വീട്ടമ്മമാർക്കും ഐ മീൻ പുറത്ത് പോയി ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഇരുന്ന് ചെയ്തു കൊടുക്കുന്ന ഓൺലൈൻ ട്രെയിനിങ് ആണ്. ശരി. നിങ്ങളുടെ നാട് എവിടെ? നമ്മള് തിരൂരാണ് വരുന്നത് ഓഫീസ്. തിരൂരോ? പിന്നെ തിരൂർ എവിടെയാ? വീട് വരുന്നത് പൊന്നാനിയിലാണ്. പൊന്നാനി. ഞാൻ പുറത്തൂരാണ്. താഴെപ്പാലല്ല, ഞാന് ചമ്പാട്ടം പാലത്തിൽ. എനിക്കറിയാം പുറത്തൂര്, എനിക്കറിയാം. എന്റെ അമ്മായിന്റെ വീടൊക്കെ പുറത്തൂരാണ്. അത് ശരി. നിങ്ങൾ ഇതിൽ എന്താ കൊടുക്കുന്നത്? എന്ത് വെബിനാറാണ് ചെയ്യണത്? ഓക്കെ, നമ്മൾ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സഹായത്തോട് കൂടിയിട്ട് ഹൈ ഇൻകം സ്കില്ലുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരെ ഒരു പാർട്ട് ടൈം ഇൻകം ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. രണ്ടാമത് ഒരാള് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് എടുത്ത് നോക്കുന്നുണ്ട്.
ഓക്കെ. അത് എങ്ങനെയാണ് വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിനിനൊക്കെ എന്ത് സപ്പോർട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഹെർബലൈഫ് ആണോ നിങ്ങളെ ഇത്? രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. സപ്ലിമെന്റ് രൂപേണ ചെയ്യുന്നുണ്ട്, അതേപോലെ നോർമൽ ഭക്ഷണത്തിലൂടെയും കൊടുക്കുന്നുണ്ട്. ഹെർബലൈഫ് ആണോ? ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻലി ഫോറെവർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. എന്ത് കമ്പനി? ഫോറെവർ ലിവിങ് പ്രൊഡക്റ്റ്. ഹെർബലൈഫും സജസ്റ്റ് ചെയ്യാറുണ്ട്. ന്യൂട്രീഷൻ ഷെയ്ക്കുകളൊക്കെ സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറ് ഹെർബലൈഫാണ്. പ്രോട്ടീൻ ബാർ അതേപോലെ ബാക്കി ന്യൂട്രീഷൻ ഹണികളൊക്കെ സജസ്റ്റ് ചെയ്യാറ് ഫോറെവർ ആണ്. പിന്നെ നമുക്ക് ഫിറ്റ്നസ് ട്രെയിനർമാരുണ്ട് നമുക്ക്. അപ്പൊ അവരുടെ സജഷനോട് കൂടിയിട്ട് നോർമൽ ഭക്ഷണങ്ങളിലൂടെയുള്ള ട്രെയിനിങ് വേറെയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സെയിൽസ്, ഓട്ടോമേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ നമുക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാനും ഒക്കെ പറ്റും. നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടായാലും ആ പ്രൊഡക്റ്റിനെ വിൽക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ അതിന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് മെയിൻലി ചെയ്യുന്നത്. ഞാന് ശരിക്കും എന്താന്ന് വെച്ചാല് ഞാനൊരു 100 above ഉള്ള ഒരാളായിരുന്നു. ഞാൻ പഠിച്ചു വളർന്നൊക്കെ ഗൾഫിലാണ്. അവിടെയാണ് ബോൺ ആൻഡ് ബോട്ടപ്പ്, അവിടെ തന്നെയാണ് ഫുള്ളായിട്ട്. അപ്പോ ഇപ്പൊ നാട്ടിലായിട്ട് 10 വർഷത്തിന് മേലായി. 100 above ഉള്ള ആളായിരുന്നു. ഇപ്പൊ ഞാന് വെയിറ്റ് ലോസ് ചെയ്ത് എന്റെ സ്വന്തം ഇതിലല്ലേ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ട് ഹെർബലൈഫ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഹെർബലൈഫ് ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്ത് ഒരു വർഷത്തിനടുത്തേക്ക് യൂസ് ചെയ്തു. പിന്നെ ഞാൻ അതിൽ നിന്ന് ഒഴിവായി. പക്ഷെ പിന്നെ വെയിറ്റ് റീഗെയിൻ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. നമ്മള് അത് റീപ്ലേസ്മെന്റ് പ്രൊഡക്റ്റ് ആണല്ലോ, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അത് നമ്മള് ഫുഡ് കഴിക്കുമ്പോൾ അത് ഗെയിൻ ചെയ്ത് വന്നപ്പോ ഞാൻ പിന്നെ വർക്കൗട്ട് സെക്ഷനിൽ കയറി. ഒരു 3-4 വർഷമായിട്ട് വർക്കൗട്ട് സെക്ഷൻ ചെയ്ത് ഇപ്പൊ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. തിരൂരുള്ള കുറച്ച് പേരുണ്ട് കൂടെ. ഉണ്ട്. അപ്പോ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇപ്പൊ എനിക്ക് ട്രെയിനിങ്ങിന്റെ ഇത് കിട്ടുന്നത് കൂടുതലും ഇപ്പൊ ഈ നാത്തൂൻ സ്ട്രിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്ട്സ് ഉണ്ട്. ഈ പ്രോട്ടീൻ ഷേക്കിന് നാത്തൂൻ കമ്പനിയുടെ പേരാണോ നാത്തൂൻ? നാത്തൂൻ കമ്പനിന്റെ പേര്. അതാ മറ്റേ എന്താണ് ഇതിലൊക്കെ ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാവലുണ്ട്. അതെ, നാത്തൂൻ സ്ട്രിങ്ക് നല്ല സാധനം കേട്ടോ, ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് നട്ട്സാണ്, ഫുള്ളായിട്ട് നട്ട്സും സീഡ്സും കൂടി ഉള്ള പ്രൊഡക്റ്റാണ്. പ്യുവർ ആണ്. ഹെർബലൈഫ് ഒക്കെ മാതിരി പൗഡർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ വരുന്നതല്ല, കെമിക്കലോ ഇതൊന്നും ഇല്ലാത്ത പ്യുവർ സാധനം. ഞാൻ കഴിക്കാറുണ്ട്, വല്ലപ്പോഴും കഴിക്കാറുണ്ട്. എനിക്ക് ഈ പ്രോട്ടീൻ നല്ല എക്സ്പീരിയൻസ്, നല്ല സംഭവമാണ്. പക്ഷെ കഴിക്കാൻ കഴിയണം. എനിക്ക് സാധാരണ അതിന് എനിക്ക് പ്രോട്ടീൻ ഷേക്കിനോട് വലിയ താല്പര്യമില്ല. പ്രോട്ടീൻ ഷേക്ക് മോർണിംഗിൽ റീപ്ലേസ്മെന്റിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനത് വരാതെ കഴിക്കാത്തത്. എനിക്ക് രാവിലെ ഫുഡായിട്ട് തന്നെ കഴിക്കണം. ഇപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്റെ ഹെൽത്ത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് ഞാൻ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഇതൊന്ന് കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാന് വർക്കൗട്ട് ട്രെയിനിങ് ഞാൻ 500 രൂപ ഫീസ് ഈടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്കൗട്ട് വേണം എന്നുണ്ടെങ്കിൽ ഞാന് ആഴ്ചയിൽ 6 ദിവസം വർക്കൗട്ട് ഉണ്ട്. 6 ദിവസം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്കൗട്ട്. വെയിറ്റ് ട്രെയിനിങ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ലേഡീസിനൊക്കെ വെയിറ്റ് ട്രെയിനിങ് ആണല്ലോ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം. അപ്പോ കാർഡിയോ അല്ല, കാർഡിയോ ഉണ്ട്, ആപ്സ് ഉണ്ട്, ചെയർ വർക്കൗട്ട് ഉണ്ട്, വാൾ വർക്കൗട്ട് ഉണ്ട്, യോഗ ഉണ്ട്, ലാസ്റ്റ് സ്ട്രെച്ചിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ വെയിറ്റ് ട്രെയിനിങ്ങും ഉണ്ടാവും. ആഴ്ചയിൽ 4 ദിവസം വെയിറ്റ് ട്രെയിനിങ് ഉണ്ട്. മിക്സ്ഡ് വർക്കൗട്ട് ആണ് ചെയ്യുന്നത്. ഞാൻ 500 രൂപ ഫീസ് വാങ്ങുന്നുള്ളൂ. ഇപ്പൊ എന്റെ റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സും ആ വഴി നമ്മൾക്ക് മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് ക്ലയന്റ് വരുന്നത്. ഞാനൊരു വലിയ പരസ്യമായിട്ടോ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ വേങ്ങരയാണ് ആക്ച്വലി. എന്നെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഞാൻ തിരൂര് പുറത്തൂരാണ് എന്റെ സ്ഥലം. പുറത്തൂര്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വല്ല ക്ലയൻസും ഇനി വർക്കൗട്ട് സെക്ഷൻ വേണം? വരാറുണ്ട്. എനിക്ക് ആവശ്യമാണ്. നിങ്ങളെ പോലത്തെ ആൾക്കാർ ഓൾറെഡി നമുക്ക് ലേഡീസ് ട്രെയിനർമാരൊക്കെ ഉണ്ട്. ആവശ്യം നമുക്കുണ്ട്.
ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് അസോസിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അസോസിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാം. ആ എനിക്ക് പ്രശ്നമില്ല. ഞാനിപ്പോ ചെയ്യുന്ന ആകെ ഒരു ടൈമിങ്ങിലാണ്, മോർണിംഗ് 6 to 7 ആണ്. ഇനിയിപ്പം മോർണിംഗ് 6 to 7 ആകുമ്പോ എന്താ വെച്ചാൽ ഈ വർക്കിംഗ് വുമൻസിനൊക്കെ കൂടുതൽ സുഖമാണ്. അവർ ഈ വർക്കിന് പോയി വന്ന് അറിയാലോ, പിന്നെ അത് ക്ഷീണിക്കും, പിന്നെ വൈകിട്ട് അവർക്ക് ഒരുപാട് പണികൾ ഉണ്ടാവും. അപ്പം ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ടൈം മോർണിംഗ് 6 to 7 ആയതുകൊണ്ട് എനിക്ക് അതിൽ കുറച്ച് പേരുള്ളൂ. ഞാനുള്ളത് തുറന്നു പറയുകയാണ്, എനിക്ക് കുറച്ച് പേരുള്ളൂ. എന്റെ വർക്കൗട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അസോസിയേഷനിൽ ചേർത്തിട്ടോ എങ്ങനെയെങ്കിലും ഞാൻ എന്താ ആസ് പോസിബിൾ എന്താ ചെയ്തു തരാം, എങ്ങനെ വേണമെങ്കിലും ചെയ്തു തരാം. നിങ്ങളെ വീഡിയോസ് എനിക്ക് അയക്കി. വീഡിയോസ് ഇല്ല സർ, വീഡിയോസ് ഇല്ല. ഞാൻ റെക്കോർഡഡ് വീഡിയോസ് അയക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാലേ, ഇപ്പൊ നിങ്ങൾ തിരൂരായതുകൊണ്ടോ നിങ്ങൾ പൊന്നാനി ആയതുകൊണ്ടോ നിങ്ങൾക്ക് ശരിക്കും മലബാർ ഏരിയ അറിയാലോ. ഈ റെക്കോർഡഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞാല് ഈ ഫാമിലി കുറച്ച് ഓർത്തഡോക്സ് ആണ്, ഞാൻ മാത്രമേ അതിലിങ്ങനെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വീഡിയോസ് ഇല്ല. ലൈവ് സെക്ഷൻസ് ഞാൻ കൊടുക്കാറുണ്ട്. ലൈവ് സെക്ഷൻസ് എത്ര മണിക്ക് രാവിലത്തെ ലിങ്ക് എനിക്ക് അയച്ചോളി. അത് ചെയ്യാലോ. അതൊന്നും. പിന്നെ നിങ്ങളെ ഇൻസ്റ്റാ ബിൽഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ എന്റെ സ്വന്തം പേജേ ഉള്ളൂ. ഞാൻ ഇതിനായിട്ട് പരസ്യം കൊടുത്തിട്ട് ഇൻസ്റ്റാ പേജ് ഒന്നും ബിൽഡ് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ. നിങ്ങളെ കോഴ്സിന്റെ താരിഫിന്റെ അങ്ങനെ എന്തെങ്കിലും ലിസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്കൗട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ അതിൽ ചേർത്താൽ തന്നെ ന്യൂട്രീഷൻ ബേസ് ആയിട്ട് ഇപ്പൊ ആർക്കും ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോ ഇതിന്റെ ഇടയിൽ 1000 വെച്ചിട്ട് വിത്ത് 500 ഡയറ്റ് പ്ലാൻ കൊടുക്കാന്ന് വരെ പറഞ്ഞിട്ടും എല്ലാവർക്കും ഒന്ന് ഇൻസ്റ്റയിൽ കയറി എല്ലാ ന്യൂട്രീഷനും കിട്ടുന്നുണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് ഇതും കിട്ടുന്നുണ്ട്. എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എന്തൊക്കെ പക്ഷെ ഇതിപ്പോ ഒരു വർക്കൗട്ട് ഒരു വീഡിയോയിൽ നോക്കി ചെയ്യുന്നതും ഞാൻ കൗണ്ട് ചെയ്ത് നോക്കി നിന്ന് ചെയ്യിപ്പിക്കുന്നതും രണ്ടാണല്ലോ. ഇപ്പം ഒരാളൊക്കെ എനിക്ക് വേണമെങ്കിൽ യൂട്യൂബ് ഓണാക്കി ഇഷ്ടം വേണ്ടി വർക്കൗട്ട് കിട്ടും, നല്ല ക്വാളിറ്റിയിലുള്ള വർക്കൗട്ട് കിട്ടും. പക്ഷെ അത് നമ്മൾ തന്നെ നീറ്റ് വന്ന് നമ്മൾ തന്നെ ഓണാക്കി നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നിർത്തിപ്പോവും. ഇതൊരു ട്രെയിനർ ഉണ്ടെന്ന് പറയുമ്പം അതിന് ആദ്യം വാമപ്പ്, പിന്നെ എക്സസൈസ്, പിന്നെ ലാസ്റ്റ് സ്ട്രെച്ചിങ്സും കൊടുത്ത് ഒഴിവാക്കുമ്പോൾ പിന്നീട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴൊക്കെ അത് കൂടുതൽ ഒരു എഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ഇത് നിലനിർത്തി കൊണ്ടുവന്നുള്ളൂ ഈ വർക്കൗട്ട് എന്നുള്ളത്. പിന്നെ ജിം എന്നുള്ളത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് ജിം. പക്ഷെ ഈ ജിമ്മിൽ പോയി വരാൻ പലവർക്കും ബുദ്ധിമുട്ടുണ്ട്, പല കാര്യങ്ങൾക്കും. അങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏൽപ്പിച്ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ 1000 പറഞ്ഞാൽ ആൾക്കാരൊന്നും റെഡി ഉണ്ടാവും. അപ്പം 500 നിങ്ങൾ എടുത്തോളി, 500 എനിക്ക്. അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് പലർക്കും. എന്തായാലും നമുക്ക് ആലോചിക്കാം. ഇപ്പൊ നിങ്ങളുടെ 2-3 സെഷനുകൾ എനിക്ക് അതിന്റെ ലിങ്ക് അയച്ചുതരും. ഓക്കെ, ലിങ്ക് ഞാൻ ഒറ്റ സെക്ഷൻ എടുക്കുന്നുള്ളൂ, മോർണിംഗിൽ എടുക്കുന്നുള്ളൂ. ആയിക്കോട്ടെ, അതിന്റെ ലിങ്ക് എനിക്ക് അയച്ചാൽ മതി. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, ഒരു പ്രോട്ടോകോൾ ഉണ്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് ആക്കിയിട്ട്, കാരണം ആരുടെയും ഡിപ്പെൻഡഡ് ആവാതെ സ്വയം ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമം നടത്തുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരൊരു ഡിജിറ്റൽ അസറ്റ് ഉള്ള, ഇപ്പൊ നിങ്ങൾക്ക് ക്ലയൻസ്, ഇപ്പൊ എന്റെ ഒരു ആഡ് കണ്ടിട്ടാണ് ഇപ്പൊ നിങ്ങൾ ഇന്നെ എൻക്വയറി ചെയ്ത്. ഓക്കെ. ഇത് നിങ്ങൾക്ക് ഫേസ്ലെസ് ആയിട്ടും ചെയ്യാം, ഫേസ് വെച്ചിട്ടും ചെയ്യാം. ബട്ട് നമ്മളെ ഒരു ഇന്നർ സർക്കിളിൽ നമ്മൾ കോണ്ടാക്ട് ബേസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് പരിധിയുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഓക്കെ. അപ്പൊ ആ സാധ്യതയും അതേപോലെ നിങ്ങൾ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ബിസിനസ് ജോബിനേക്കാൾ മഹത്തുള്ള സാധനമാണ് എന്നുള്ളത് അറിഞ്ഞത് കൊണ്ടാണല്ലോ കുറച്ചെങ്കിലും നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെ നിങ്ങൾക്ക് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ഫ്രീലാൻസ് ചെയ്യാമെന്നുള്ള ട്രെയിനിങ്ങുകൾ നമ്മളെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ട് ഇതിനെ പഠിക്കണം. ഓക്കെ. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ക്ലാരിറ്റി കിട്ടും. അപ്പൊ നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഒന്നാവും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളെ വെബിനാറിന്റെ ലിങ്ക് അയച്ചുതരാം. വെബിനാറിന്റെ ലിങ്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ടൈം നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ കാണുക, നോട്ട് ചെയ്യുക. എങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ നിലവിലുള്ള ഈ ഫിറ്റ്നസ് മേഖല ഒരു ഡിജിറ്റൽ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിന്റെ ക്ലിയർ കട്ട് സെഷനാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്.
ഓക്കെ ഓക്കെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്സസിബിലിറ്റി കിട്ടും. നോക്കാം. ഓക്കെ, നമ്മളൊരു ജോലിക്കാര്യത്തിനല്ല ആവശ്യപ്പെടുന്നത്, മറിച്ച് ഞങ്ങളൊരു പാർട്ട്ണറിനാണ് ഞങ്ങൾക്ക് ആവശ്യം. ഓക്കെ നോക്കാം. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങളെ ലിങ്ക് അയക്കി, ഞാൻ നമ്മളെ ലിങ്ക് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. എന്റെ ലിങ്ക് ഞാൻ പേഴ്സണൽ ലിങ്കാണ്, അത് വേറെ സെൻഡ് ഒന്നും ചെയ്യണ്ട. ഞാൻ എന്റെ വർക്കൗട്ട് സെക്ഷൻ അത് നോക്കട്ടെ, ഞാൻ പറ്റുമെങ്കിൽ അയച്ചു തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്റെ നമ്പർ ഒന്ന്. കാരണം നമ്മളൊന്ന് കാണണ്ടേ, നമ്മളൊന്ന് കണ്ട് മനസ്സിലായാലല്ലേ വേറെ ആൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഈ വാക്കിൽ പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ. ഇല്ല. ഓക്കെ. ഞാൻ 1-ാം തീയതി, ഇനിയിപ്പോ ഈ മാസത്തെ കഴിഞ്ഞു. ഞാൻ ഫെബ്രുവരി 1 സ്റ്റാർട്ട് ചെയ്യണം. ഫെബ്രുവരി 1. ഓക്കെ, അപ്പൊ മാസത്തിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ ട്രെയിനിങ്? അല്ലല്ല, മാസത്തിൽ എല്ലാ ദിവസവും ഉണ്ട് ട്രെയിനിങ്. എല്ലാ ദിവസവും ഉണ്ട്. മാസത്തിൽ എല്ലാ ദിവസവും? എല്ലാ ദിവസവും ഉണ്ട്. ഐ മീൻ സൺഡേസ് ഒഴിവാണ്. പിന്നെ എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യമോ വരുമ്പോ അറിയാലോ, മനുഷ്യനാണല്ലോ. എന്തെങ്കിലും അസുഖമോ ബുദ്ധിമുട്ടോ പ്രശ്നം എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അതിന്റെ ഇത് ഇട്ട് കൊടുക്കും. യൂട്യൂബിലത്തെ ഏതെങ്കിലും ഒരു വർക്കൗട്ട് ഇന്ന് ചെയ്യേണ്ട എന്താന്നുള്ളത് ഇട്ട് കൊടുത്തിട്ട് അത് ചെയ്യിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യും. ഓക്കെ, അപ്പൊ നാളത്തെ ലിങ്ക് എനിക്കൊന്ന് അയച്ചിട്ടുള്ളൂ. ഞാൻ ഫ്രീ പോലെ ഒന്ന് കാണാം. ഓക്കെ. നാളത്തെ അല്ലേ, ഞാൻ 1-ാം തീയതി അയക്കാം കേട്ടോ. ആയിക്കോട്ടെ, 1-ാം തീയതി അയക്കാം. ശരി. ഹലോ അശ്വിനാണ്. ഹലോ അശോക് ബ്രോ. ഞാനൊരു 15 ഫ്രീ ആണ്. ആയിക്കോട്ടെ. ഓക്കെ, നമ്മള് അയച്ചു തന്ന വീഡിയോ കണ്ടിരുന്നു അശോക് ബ്രോ? ഞാൻ വീഡിയോ കണ്ടില്ല, ഞാൻ മെസ്സേജ് മാത്രമേ ടൈപ്പ് ചെയ്തു. ഓക്കെ. അതില് അഡ്മിൻ ബിസ് പാരഡൈസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്കൊരു 15 മിനിറ്റുള്ള വീഡിയോ കാണും. അപ്പൊ നിങ്ങളെ റിസൾട്ട് ഞാൻ കണ്ടു ഞാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 15 മിനിറ്റ് ഇവിടെ ഓണാക്കി വെച്ചാൽ മതി കേട്ടോ. ആയിക്കോട്ടെ. ഹലോ ആരായിരുന്നു? ഹലോ സവിത അല്ലേ? അതെ. ഓക്കെ സവിത, എന്റെ പേര് അനീഷ് എന്നാണ്. നമുക്കൊരു എൻക്വയറി വന്നത് എന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തിരുന്നില്ലേ? അവിടെ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഒരു 2 മിനിറ്റ് ഉണ്ടാവും? ഫ്രീ ആണോ? സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ. സവിത എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാൻ വയനാടാണ്. വയനാട് നിന്നാണ്. ഓക്കെ. ഇപ്പോ എത്ര ഏജായി? 40 വയസ്സ്. ഓക്കെ. ഹൈറ്റ് എത്ര വരുന്നത് സവിത? 164. ഓക്കെ. വെയിറ്റ് വരുന്നത്? സോറി, 80. ഓക്കെ, കേട്ടില്ല. ഇപ്പൊ എത്ര സമയമായിട്ടാണ് ഈ വെയിറ്റിൽ തന്നെ സ്റ്റക്കായി കിടക്കണത്? ഇതിപ്പോ ഒരു വർഷമായി. 1 വർഷമായി. ഓക്കെ. വെയിറ്റ് ലോസിന് വേണ്ടി എന്തെങ്കിലും മെത്തേഡുകൾ ഫോളോ ചെയ്യാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരി, ഫലിക്കണില്ല. ഓക്കെ. എന്തൊക്കെ മെത്തേഡുകൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു? ജിമ്മ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്ത് ശരി. ആ ഒരു വെയിറ്റ് അങ്ങോട്ട് സ്റ്റക്കായി കുറയണില്ലല്ലേ? കുറയണില്ല. ഓക്കെ. നിങ്ങള് എന്താ പറയാ, ഇപ്പൊ നിങ്ങളെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നത്? ഫുഡിലെ വർക്കിംഗ് ആണ്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആയതുകൊണ്ട് രാവിലെ അങ്ങനെ കാര്യമായിട്ട് ഫുഡ് കഴിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 10 മണിക്കായിരിക്കും. രാവിലെ ഒരു ഗ്ലാസ് ചായയും ചെറിയ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഒരു 10 മണിയാവും കഴിക്കുമ്പോ. പിന്നെ ഉച്ചക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് കഴിക്കണം. 3:30 ഒക്കെ ആവും ഉച്ചക്കത്തെ കഴിക്കാൻ. അങ്ങനെ. ശരി. ഓക്കെ. അപ്പോ ഇപ്പോ നിങ്ങളൊരു ചെറിയൊരു നിഗമനത്തില് എന്തായിരിക്കും എങ്ങനെ ഈ വെയിറ്റ് ഇങ്ങനെ 16 കിലോ എക്സസ് വെയിറ്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം? അത് എനിക്ക് തോന്നുന്നു നൈറ്റില് ഞാന് ഫുഡ് ചോറ് കഴിക്കുന്നുണ്ട്. അപ്പം അത് കളയണ്ടെന്നൊക്കെ വിചാരിച്ച് കഴിക്കുന്നത്. ശരി. നൈറ്റില് ഞാനൊരു കാര്യം ചോദിച്ചു, നൈറ്റില് നിങ്ങൾക്ക് ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ടാവലുണ്ടോ? നൈറ്റ് ഉണ്ടാവലുണ്ട്. ഷിഫ്റ്റിംഗ് ആണോ? നൈറ്റ് എന്ന് പറഞ്ഞാൽ 6 മണിക്ക് കയറിയാല് രാവിലെ 8 മണി വരെയാണ്.
നിങ്ങൾക്ക് എപ്പോഴും വരുന്നത് 6 മണി ടു രാവിലെ വരെയാണ്. അപ്പോൾ രാവിലെ രാത്രിക്കത്തെ ഉറക്കം പോവും. അതെ അതെ. എന്നിട്ട് രാവിലെ വന്നിട്ടാണ് നിങ്ങൾ ഉറങ്ങുന്നത് അല്ലേ? അതെ. ശരി. അത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്ലീപ്പ് ആവുന്നുണ്ടോ? അത് ഇതിപ്പോ കുറെ കാലം ആയതുകൊണ്ട് അത് കുഴപ്പമില്ല. ഒരു 2-3 മണിക്കൂർ ഉറങ്ങിയാല് ഓക്കെയാണ്. ശരി. ഓക്കെ. ഇപ്പൊ നിലവിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ സവിത? ഇല്ല, ഇതുവരെ ഇല്ല. ഓക്കെ. സ്റ്റെപ്പ് കയറുമ്പോ നടക്കുമ്പോ കിതപ്പോ ഗ്യാസ് ട്രബിൾ ബുദ്ധിമുട്ടോ? ഗ്യാസ് ട്രബിളിന്റെ ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഒരു ദഹിക്കായികയോ എന്തോ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? കിതപ്പൊന്നും ഇല്ലല്ലോ? കിതപ്പൊന്നും അങ്ങനെ ഓവറായിട്ട് കയറാൻ പറ്റില്ല. അങ്ങനെ. ഓക്കെ. അതേപോലെ തലവേദന, തലകറക്കം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്? കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു. ഒരു ബിപിന്റെ ഒക്കെ ഒരു പ്രശ്നം പോലെ തോന്നിയായിരുന്നു. പിന്നെ അത് അപ്പോ കുറച്ചുകൂടി കൺട്രോൾ ചെയ്തപ്പോ അത് കുറഞ്ഞു. ഫുഡൊക്കെ മനസ്സിലായി. കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ ഉണ്ടല്ലേ? ഓക്കെ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്രേവിംഗ് ഉള്ള ഫുഡ് ഏതാ? ക്രേവിങ്സ് ചിക്കൻ ഇഷ്ടാണ്. ചിക്കൻ. ചിക്കൻ കഴിക്കുമ്പോഴാണ് മെയിൻ ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്നത്. ശരി. ഓക്കെ. ചിക്കൻ കറി വെച്ചതാണോ കൂടുതൽ കഴിക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്തതാണോ? കറി വെച്ചിട്ട് ഞാനിപ്പോ കഴിക്കുന്നത്. ശരി. പിന്നെ ചോറ് കാണുമ്പോ അതിങ്ങനെ കഴിക്കാൻ തോന്നും. ചോറ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അതിന് രാവിലെ ഇല്ല, ഉച്ചയില്ല, രാത്രി ഇല്ലല്ലേ? അതെ. നല്ല കറിയൊക്കെ കാണുമ്പോൾ ചോറ് കഴിക്കാൻ തോന്നും. വർക്കിംഗ് ടൈമിൽ നിങ്ങൾക്ക് ടെൻഷൻ കൂടാറുണ്ടോ? വർക്കിംഗ് ടൈമിൽ കുറച്ച് ടെൻഷൻ ഉണ്ട്. കാരണം ഇങ്ങനെ പറയാനുള്ള കാരണം വെച്ചാല് നമുക്ക് ഓൾറെഡി ഇതുപോലത്തെ ക്ലൈന്റ്സുകൾ വരാറുണ്ട്. അപ്പൊ അവരൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. മുൾമുനയിൽ നിന്നിട്ടുള്ള വർക്കാണ് ഇത്ര. ഓപ്പറേഷൻ തിയേറ്ററും പിന്നെ ലേബർ റൂം ഒക്കെ ആകുമ്പോ അങ്ങനെ അത് കേസ് കഴിയുന്നവരെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. മനസ്സിലായി. ഓക്കെ. അപ്പോ കവിത, ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു ചെറിയൊരു സമ്മറൈസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിലവിൽ നിങ്ങളെ സമയത്തോളം 16 കിലോനാണ് എക്സസ് വെയിറ്റ്. നമ്മൾ ഐഡിയൽ വെയിറ്റ് വരേണ്ടത് 64 കിലോനാണ്. ഓക്കെ. ഈ 16 കിലോകള് വെയിറ്റ് കൂടുതൽ എന്ന് പറയുന്ന സമയത്ത് 16% നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? ഫാറ്റും കൂടിയിട്ടുണ്ടാവും. ഓക്കെ. ഈ ഫാറ്റ് എന്ന് പറയുന്നത് ഉദാഹരണം ഇപ്പൊ ഈ ഇറച്ചിയൊക്കെ വാങ്ങുന്ന സമയത്ത് മഞ്ഞ പാട പോലെ കാണുന്നില്ലേ? ഇത് നമ്മളെ ഇന്നർ ഓർഗൻസിന്റെ ഉള്ളിലുണ്ട്. ഇത് ഫാറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് പിന്നെ കൺവേർട്ട് ആവുകയാണ് ചെയ്യുക. ഓക്കെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ 40-ാം വയസ്സിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഒന്ന്. രണ്ടാമത്തത്, ഇപ്പോ നിങ്ങളെ സമയത്തോളം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നിങ്ങളെ അബ്ഡമിൻ, വയറ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനനുസരിച്ചിട്ട് അപ്പൊ ശരീരത്തില് നമ്മളിപ്പോ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിപ്പില്, തൈസില്, താടിന്റെ അടിഭാഗത്ത് ഒക്കെ ഫാറ്റ് കൂടുമ്പോ അങ്ങനെ ഞാന്ന് കിടക്കും. അതിപ്പോ ഇപ്പൊ ഈ ഒരു കണക്ക് പ്രകാരം നിങ്ങൾക്ക് കൂടുതലാണ്. അപ്പൊ അതിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആന്റി ഏജിങ് പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് വരാനും അതേപോലെ ഇപ്പൊ പറയപ്പെട്ട ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും കഴിയും. ഓക്കെ. അപ്പൊ കാരണം നിങ്ങൾക്ക് പറ്റണം. കാരണം നിങ്ങൾക്ക് മാലാഖമാരാണ്, ഞങ്ങളെ കെയർ ചെയ്യേണ്ട ആൾക്കാരാണ്. ഓക്കെ. അപ്പൊ ഇതിന് നമുക്ക് ചെയ്തു തരാൻ പറ്റണം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ഒരു റൊട്ടീനിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് പിന്നിൽ ഒരാൾ മെന്ററിങ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ നല്ല റിസൾട്ട് ആക്കി എടുക്കും. ഓക്കെ. അപ്പോ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാനും അതേപോലെ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്ക് ആവുന്നത് എന്ന് അറിയാൻ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റുള്ള വീഡിയോ ഞാൻ അയച്ചുതരാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ ഒരു അഭിപ്രായം എനിക്ക് അറിയിച്ചാൽ മതി. ബാക്കി ഞാൻ ഫർദർ ഡീറ്റെയിൽ കൂടെ ഞാൻ അയച്ചുതരാം കേട്ടോ. 15 മിനിറ്റുള്ള വീഡിയോ ആണ്. കൂടെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജും അതേപോലെ വാട്സപ്പിന്റെ യൂട്യൂബിന്റെ ലിങ്ക് ഒക്കെ ഞാൻ അയച്ചു തരാം. അപ്പൊ ഒന്ന് കണ്ടാൽ മതി. ഓക്കെ. ആ നമ്പർ ഒന്ന് സേവ് ചെയ്തോളി. അനീഷ് എന്നാണ് പേര്. ഓക്കെ സൈല. ഓക്കെ. സംസാരിക്കാൻ പറ്റിയ സന്തോഷം.